എനിക്ക് കുറച്ചുകൂടെ സാവകാശം എന്താ? ഞാൻ ഇതുപോലെ ആലോചിക്കാതെ എടുത്തു ചാടിയതുകൊണ്ടാണ് എൻ്റെ ഫസ്റ്റ് ലൈഫിലുണ്ടായ കഷ്ടതകളും ദുരനുഭവങ്ങളൊക്കെ നേരിടേണ്ടി വന്നത്. ഇനിയൊരു ജീവിതത്തിലേക്ക് കിടക്കുമ്പോൾ അതിൻ്റെ മുന്നും പിന്നൊക്കെ ഞാൻ നന്നായിട്ട് നോക്കണ്ടേ അമ്മേ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. സോ പ്ലീസ്. സമയം നമുക്ക് പോവാം. ശരി, എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി അച്ഛാ. അച്ഛമ്മ വരട്ടെ. മുത്തച്ഛ ബൈ. അപ്പച്ചി ബൈ. ബൈ ബൈ. പ്രീതി, വിക്രം പറഞ്ഞു കേട്ട് നീ ഫീൽ ചെയ്യൊന്നും വേണ്ട. ചേച്ചേ, ഞാനത് കാര്യമായിട്ട് എടുത്തിട്ടില്ല. അവൻ മനസ്സിലുള്ളത് തുറന്നു പറഞ്ഞോന്നല്ലേ ഉള്ളൂ. അകത്തൊന്നു വെച്ചിട്ട് പുറത്ത് വേറെ കാണിച്ചില്ല. അതുകൊണ്ട് തന്നെയാ എനിക്ക് വിക്രമിനെ ഒരുപാട് ഇഷ്ടം. നോക്ക് ആന്റി, ഇനി സമയമുണ്ടല്ലോ. അവൻ എപ്പോ ചോദിച്ചാലും കഴുത്ത് നീട്ടാൻ ഞാൻ റെഡിയാ. എനിക്കൊരു കുഴപ്പമില്ല. എന്റെ മനസ്സ് ക്ലിയറാ. ശരി, ഞാൻ മേലേക്ക് പോട്ടെ. പ്രീതി, എന്താ ആന്റി? വിക്രം പറഞ്ഞിട്ട് പോയത് അപ്പാടെ നിസ്സാരാക്കി കളയണ്ട, മനസ്സിലായോ? ഇപ്പോ നീ അവനെ ഇംപ്രസ് ചെയ്യുന്ന പോലെ കുറച്ച് അടുത്തിടപഴകണം. നിന്റെ പെരുമാറ്റം കാണുമ്പോ നീയായിരിക്കണം അവന്റെ ഭാര്യയെന്ന് അവന്റെ മനസ്സിൽ തോന്നണം. അതിനുവേണ്ടി നീ കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും. നിന്നെ കൊണ്ടത് പറ്റുമോ? തീർച്ചയായിട്ടും പറ്റും ആന്റി. ഈ ലോകത്തില് നടക്കാത്തതായിട്ട് ഒന്നുമില്ലല്ലോ. പിന്നൊന്ന്, ഒരു കാര്യം ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച അത് നമ്മളെ തേടി തന്നെ വരും. ഇത് സക്സസ് ആവുമെന്ന് തന്നെയാ എന്റെ വിശ്വാസം. ഇനിയും തുറന്നു പറയുകയാണെങ്കിൽ വിക്രമിനെ എനിക്ക് ഒരുപാട് ഇഷ്ടം. അവനെ എനിക്ക് കിട്ടുവാണെങ്കിൽ ഞാൻ വളരെ ഹാപ്പി ആയിരിക്കും. അവൻ എന്നെ ഇതുവരെ അങ്ങനെ കാണാൻ കഴിഞ്ഞിട്ടില്ലെന്നാ പറഞ്ഞത്. നോക്കാം, എന്നെ കൊണ്ട് പറ്റുന്നത് പോലെ ഞാൻ എഫേർട്ട് എടുത്ത് അവനെ ഇംപ്രസ് ചെയ്യാൻ നോക്കാം. അതെ, എന്റെ ചേട്ടന് നിന്റെ അടുത്ത് വൈഫ് എന്നുള്ളൊരു ഫീല് തോന്നുന്നില്ലെന്നാ പറയുന്നത്. അതുകൊണ്ട് നീ ചേട്ടനെ ഓരോ സെക്കൻഡിലും ഇംപ്രസ് ചെയ്യാൻ ശ്രമിക്കണം. ചേട്ടന്റെ ബർത്ത്ഡേ അടുത്ത മാസം ഉണ്ടാവുമല്ലോ. അതിനുള്ളിൽ തന്നെ നീ എന്റെ ചേട്ടനെ കൊണ്ട് ഐ ലവ് യു പ്രീതി, വിൽ യു മാരി മീന്ന് പറയിപ്പിക്കാൻ ശ്രമിക്കാ വേണ്ടത്. ഇതൊക്കെ നിന്റെ ഉത്തരവാദിത്വം. അതൊന്നും കുഴപ്പമില്ല, ഞാൻ നോക്കിക്കോളാം. അതെ പ്രീതി, ഒരുപാട് വൈകൊന്നും വേണ്ട. വിക്രമിന്റെ മനസ്സ് വീണ്ടും പഴയതുപോലെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. വേഗം അവനെ കൊണ്ട് സമ്മതിപ്പിക്കണം. ഓക്കെ? ഓക്കെ ആന്റി. ഓൾ ദി ബെസ്റ്റ്. കുറച്ച് ഇഡലിപ്പൊടിയും കൂടെ. അമ്മേ, അമ്മ എന്താ ഇങ്ങനെ? അമ്മ ഇഡലിപ്പൊടി. പറയുമോളെ. എന്താ അമ്മേ? ഞാൻ അമ്മയോട് സംസാരിക്കുമ്പോ അമ്മ വേറെ എന്തൊക്കെയോ ആലോചിച്ചോണ്ടിരിക്ക. അങ്ങനെയൊന്നും ഇല്ല മോളെ, നീ പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ കേട്ടായിരുന്നോ? ഞാൻ എന്താ പറഞ്ഞെന്ന് പറഞ്ഞേ? ഈ ഇഡ്ലി മതിയെന്ന് പറഞ്ഞു. ഞാൻ മതിന്നല്ല, ഇഡലിപ്പൊടി വേണമെന്നാ പറഞ്ഞത്. ഇന്ന് വിജി, കുറച്ചുകൂടി വാങ്ങിക്കും. വേഗം കഴിച്ചിട്ട് നമുക്ക് സ്കൂളിൽ പോണം. ബാ ശിവ, ശിവ വരുന്നു. ഹായ് ചക്കരമുത്തേ. ശിവ, മോളെ ഒന്ന് സ്കൂളിൽ ഡ്രോപ്പ് ചെയ്യാമോ? ശരി ചേച്ചി.
മോളെ ബുക്സ് ഒക്കെ എടുത്തല്ലോ. ആ എടുത്തു മുത്തശ്ശി. മമ്മ ആ പോവാ. പോവാലോ. വാ വാ വാ, സ്കൂളിൽ പോവാം. ശ്രദ്ധിച്ചു പോയി.